ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഇലയടയാണ്. ഇലയട വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 3 പീസ് വെല്ലം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഈ വെല്ലമൊക്കെ നല്ലോണം ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെല്ലം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിൽ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം വെല്ലത്തിൽ കല്ലും വേസ്റ്റെല്ലാം ഉണ്ടാവും. അപ്പോൾ അതാ ഇതിങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം. വെള്ളം മൊത്തം വറ്റിയിട്ട് ഈ തേങ്ങ വിളഞ്ഞ് വരുമല്ലോ, ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇനി കുറച്ചുകൂടി വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓഫാക്കരുത് കേട്ടോ, ഫുള്ള് വെള്ളം വറ്റണം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഇത് ഫുള്ള് വെള്ളം വറ്റിയിട്ട് ഇതാ തേങ്ങയെല്ലാം വിളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. പുഴുങ്ങലരിയും പച്ചരിയും കൂടി ഒരുമിച്ച് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് വാങ്ങുന്നതാണെങ്കിൽ ഒറോട്ടിപ്പൊടി, പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്ന പൊടിയാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് 2 കപ്പ് എടുത്തിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. സാധാ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിൻ്റെയും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നില്ലേ, അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഉരുളയാക്കാൻ കഴിയണം. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. അപ്പോൾ വാഴയില നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം മൊത്തം തുടച്ച് കളയാം. ഇനി നമുക്ക് വാഴയിലേൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ഉരുള മാവ്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് ഉരുള ഇതുപോലെ ചെറിയൊരു ഉരുള മാവ് എടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. അപ്പം പരത്തുന്ന സമയത്ത് നല്ല നേരിയതായിട്ട് തന്നെ പരത്തി കൊടുക്കണേ. നല്ല നേരിയതായിട്ട് പരത്തിയാലാണ് ഇലയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ നല്ല നേരിയതായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പണ്ടം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ മടുക്കണം. 2 സൈഡും ഒരുപോലെ വരണം കേട്ടോ. അപ്പോൾ ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരുപോലെ വന്നാൽ കാണാൻ നല്ല ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ കണ്ട. അപ്പോൾ ഇനി നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കാം. അപ്പോൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അപ്പോൾ വെള്ളം നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം നല്ലോണം ചൂടായതിന് ശേഷം ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ വെക്കുന്ന തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ ഇലയുടെയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെയാണ് വേവിക്കേണ്ടത്. 20 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. 20 മിനിറ്റ് ആകുമ്പോൾ എന്തായാലും വെന്തിട്ടുണ്ടാവും. വെള്ളം നേരത്തെ ചൂടായതാണല്ലോ. അപ്പം വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വേവിച്ചാൽ മതി. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയുടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.